കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ദേവാലയങ്ങളിൽ ഒന്നാണ് ഇടപ്പള്ളി പള്ളി. ആ പള്ളിയിൽ തിരുപ്പിറവി പ്രത്യേക ശുശ്രൂഷ പുരോഗമിക്കുകയാണ്. വിജയ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതെ, വിഷ്ണു സുരേഷ് അവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പം വിഷ്ണു നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ, ആ പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തിരുപ്പിറവി കർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചടങ്ങുകളിലേക്ക് ദേവാലയങ്ങളിൽ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇടപ്പള്ളി പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഇടപ്പള്ളി പള്ളിയുടെ ഒരു പ്രത്യേകത, എല്ലാ വർഷവും ഏറ്റവും നന്നായി അലങ്കരിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയ്ക്ക് പുറത്തുനിന്നൊക്കെ ആളുകൾ ഇടപ്പള്ളി പള്ളിയിലെ ഈ അലങ്കാരങ്ങൾ. ഇന്ന് നമ്മുടെ മോർണിംഗ് വാക്ക് അവിടെ നിന്നായിരുന്നു. നമ്മൾ ആകാശ ദൃശ്യങ്ങൾ അടക്കം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു. അതിമനോഹരമായ കാഴ്ചയാണ്, അതിമനോഹരമായ തന്നെ എത്രയോ ആളുകൾ എത്തുന്നുണ്ട്. ഇടപ്പള്ളി പള്ളി വളരെ പ്രശസ്തമായിട്ടുള്ള പള്ളി കൂടിയാണ്, അറിയാലോ, ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്, സെന്റ് ജോർജ്. അപ്പോൾ വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. വിഷ്ണു, അവിടെ തിരുപ്പിറവി ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണല്ലോ, വലിയ തിരക്കുമുണ്ട്. എന്തൊക്കെയാണ് ഇടപ്പള്ളി പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളും വിഷ്ണു? വിജയകുമാർ, തിരുക്കർമ്മ ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ തിരക്ക്, ഏകദേശം 2 ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികൾ ഈ പതിര കുർബാനയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രദക്ഷിണം ചടങ്ങ് നടക്കുകയാണ്. അതായത് വലിയ പള്ളിയിൽ നിന്ന് ഇവിടുത്തെ കപ്പോള വരെയാണ് പ്രദക്ഷിണ ചടങ്ങ് നടക്കുക. അതിനുശേഷമായിരിക്കും കുർബാന ആരംഭിക്കുക. എടപ്പള്ളി പള്ളിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ്. പഴയ പള്ളി മാറ്റി ഇപ്പോൾ പുതിയ പള്ളിയിലാണ് തിരുക്കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ പോലും വലിയ ജനപങ്കാളിത്തം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നായി അറിയപ്പെടുന്നു. ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരുപക്ഷെ ഈ ഡിസംബർ 1 തന്നെ ആരംഭിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി പള്ളി നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഇടപ്പള്ളിയുടെ ഒരു അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ ഒരു തിലക്കുറിയായി ഇടപ്പള്ളി പള്ളി മാറിയിട്ട് കുറേ നാളുകളായി. അവിടുത്തെ വിശ്വാസികളടക്കം ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നമുക്കൊപ്പം ആളുകളൊക്കെ ചേരുന്നുണ്ട്. ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയാണ് ഇടപ്പള്ളി പള്ളിയുടെ ഒരു ആഘോഷങ്ങളൊക്കെ? ഇത് ഈ ജാതി മതഭേദമന്യേ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. വിശ്വാസികൾക്കതീതമായി, ജാതിമത ചിന്തകൾക്കതീതമായി ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ പങ്കെടുക്കുകയാണ്. അതാണ് വലിയ ജനപങ്കാളിത്തം. അതായത് നാനാമതത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി കുർബാന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസിൻ്റെ എല്ലാ മൂഡിലേക്കും കൊച്ചി എത്തുകയാണ്, ഇടപ്പള്ളിയും എത്തുകയാണ്. ഓക്കെ, ഇടപ്പള്ളി പള്ളിയിൽ നിന്നുള്ള വിഷ്ണു സുരേഷിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.